ഇറാനിൽ പടരുന്ന ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ അലയൊളികൾ ഖത്തറിലെ ലോകകപ്പ് ഫുട്ബോൾ മത്സരവേദിയിലും പടരുന്നു. ഇംഗ്ലണ്ടിനെതിരായ പോരാട്ടത്തിനു മുൻപ് ദേശീയഗാനം ആലപിക്കാതെ ഇറാൻ ടീം പ്രതിഷേധമുയർത്തിയതോടെ ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ ഗ്യാലറികളിലും പുറത്തും മുദ്രാവാക്യം മുഴക്കിയാണ് ഇറാൻ ആരാധകർ പ്രതിഷേധിച്ചത്. ഹിജാബിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ദേശീയഗാനം ആലപിക്കാതെയാണ് ഇറാൻ ടീം അംഗങ്ങൾ മത്സരത്തിനിറങ്ങിയത്. ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾക്ക് മുമ്പ് ടീമുകൾ ദേശീയഗാനം ആലപിക്കണമെന്നാണ് കളിയിലെ നിയമം. ഫിഫയും ICCയും പോലുള്ള ലോക കായിക സംഘടനകൾ ഇത് കൃത്യമായി പാലിക്കാറുമുണ്ട്. എന്നാൽ ലോകത്തെ അമ്പരിപ്പിച്ചുകൊണ്ട് ഇറാൻ ടീം പ്രക്ഷോഭത്തെ പിന്തുണച്ച് ദേശീയ ഗാനാലാപന സമയത്ത് നിശബ്ദരായിരിക്കുകയായിരുന്നു. ലോക മത്സരവേദികളിൽ അപൂർവമായി മാത്രമാണ് ഇത്തരത്തിൽ സംഭവിക്കാറുള്ളത്. ഇറാനിലെ ഭരണത്തെ അട്ടിമറിക്കുന്ന പ്രതിഷേധങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ദേശീയഗാനം ആലപിക്കണോ വേണ്ടയോ എന്ന് ടീം ഒരുമിച്ച് ആലോചിച്ചിരുന്നുവെന്നും അതിനുശേഷമാണ് ആലപിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലെത്തിയതെന്നും ക്യാപ്റ്റൻ അലിരേസ ജഹാൻബഷ് പറഞ്ഞു. ദോഹയിലെ ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന് ചുറ്റും രാജ്യത്തിന്റെ ദേശീയഗാനം മുഴങ്ങുമ്പോൾ ഇറാൻ കളിക്കാർ നിർവികാരതയോടെ നിൽക്കുകയായിരുന്നു. സെപ്റ്റംബറിൽ മഹ്സ അമീനി എന്ന കുർദിഷ് യുവതിയെ ശരിയായി ഹിജാബ് ധരിച്ചില്ലെന്ന് ആരോപിച്ച് പോലീസ് കൊലപ്പെടുത്തിയതോടെയാണ് ഇറാനിൽ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിന് തുടക്കമായത്. അതേസമയം നിർബന്ധിത ഹിജാബ് നിയമത്തിനെതിരെ കളിക്കളത്തിന് പുറത്തും ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. താരങ്ങൾ കളത്തിൽ പ്രതിഷേധിച്ചപ്പോൾ ആരാധകർ ഗ്യാലറിയിലും പുറത്തും വലിയ പ്രതിഷേധമുയർത്തി. പോലീസ് കസ്റ്റഡിയിൽ മരിച്ച മഹ്സ അമീനിയുടെ പേര് പറയൂ എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് ഇറാൻ ആരാധകർ ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന് അകത്തും പുറത്തും പ്രതിഷേധിച്ചത്. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘമാണ് ഇറാനിലെങ്കും അലയടിച്ച സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം എഴുതിയ ടീഷർട്ടുകൾ ധരിച്ച് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സ്പോർട്സ് ഡെസ്ക് ഷക്കീന ന്യൂസ്.